നമസ്കാരം. വിവേകമതിയായ മാതാപിതാക്കളുടെ ജീവിത ലക്ഷ്യം സന്താന ഉൽപാദനം മാത്രമല്ല, തന്റെ പുത്രനെ സമൂഹത്തിന് പ്രയോജനമുള്ളവനാക്കി നീതിബോധവും സാമൂഹിക പ്രതിബദ്ധതയും ഉള്ളവനായി വളർത്തിയെടുക്കുക എന്നതുകൂടിയാണ്. ഒരു രാജ്യത്തിന്റെ അടിത്തറ ആ രാജ്യത്തെ നീതിബോധമുള്ള പൗരന്മാരാണ് എന്ന വസ്തുതയാണ് ഗുരു ചാണക്യൻ അവതരിപ്പിക്കുന്നത്. അത്തരം പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കേണ്ടത് മാതാപിതാക്കളുടെ കർത്തവ്യമാണ്. മാതാപിതാക്കൾക്ക് രാഷ്ട്രത്തിനു വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനവും അതുതന്നെയാണ്. ലോക ജനസംഖ്യയിൽ ഒരു വലിയ വിഭാഗം അധിവസിക്കുന്ന ഭാരതത്തിന് ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അത്തരം പൗരന്മാരെയാണ്. വർദ്ധിച്ചു വരുന്ന ഭീകരവാദവും വർഗീയതയും കുറ്റകൃത്യങ്ങളുമെല്ലാം നാം നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നതിൽ പിന്നോക്കം പോകുന്നു എന്നതാണ് കാണിക്കുന്നത്. മാതൃരാജ്യത്തെ പെറ്റമ്മയെ പോലെ സ്നേഹിക്കേണ്ട നാം സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി പെറ്റമ്മയെ ഒറ്റിക്കൊടുക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് ഓടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും തങ്ങൾ ജന്മം കൊടുത്ത കുട്ടികളെ നേരായ രീതിയിൽ വളർത്തുന്നില്ല എന്നതാണ് സത്യം. ഇത്തരത്തിൽ ഗുരു ചാണക്യൻ പറഞ്ഞുവെച്ച പ്രബോധനം അന്നത്തെ പോലെ ഇന്നും പ്രസക്തമാണ്. കുട്ടികളെ ജന്മം കൊടുക്കുന്ന മാതാപിതാക്കൾ അവരെ രാഷ്ട്രത്തിനും സമൂഹത്തിനും പ്രയോജനമുള്ളവരാക്കി വളർത്തിയെങ്കിൽ മാത്രമേ ജന്മസാഫല്യം കൈവരൂ. അപ്രകാരം കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് വളരെയധികം ത്യാഗം ആവശ്യമാണ്. സ്വന്തം മക്കളോടുള്ള സ്നേഹത്താൽ ഭൗതികമായ അവരുടെ ഏത് ആവശ്യവും സന്തോഷത്തോടെ സാധിച്ചു കൊടുക്കുന്നവർ കുട്ടികളിൽ സഹജീവി സ്നേഹവും വളർത്തിയെടുക്കുവാൻ കൂടി ശ്രദ്ധിക്കണം. അതിന് ഉത്തമമായ മാർഗം ചെറുപ്പം മുതൽ അവരെ ഈശ്വരാഭിമുഖ്യമുള്ളവരാക്കി വളർത്തുക എന്നതാണ്. സാമൂഹ്യ തിന്മകളെ വെറുക്കുവാനും നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനും സഹജീവികളോട് കാരുണ്യം കാണിക്കാനും ഈശ്വര ചിന്ത നമ്മെ സഹായിക്കും. നല്ല കൂട്ടുകെട്ടുകളും പരോപകാര പ്രവർത്തികളും വഴി സമൂഹത്തിന് നന്മ ചെയ്ത് രാഷ്ട്രത്തിന് സമ്പത്താകുവാൻ ഓരോ പൗരനും കഴിയത്തക്ക വിധത്തിൽ കുട്ടികളെ വളർത്തിയെടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. കുഞ്ഞുങ്ങളെ അത്യധികം ലാളിക്കരുത്. അമിതമായ ലാളന കൊണ്ട് അവർ മോശമാകും. ശാസിച്ചും ശിക്ഷിച്ചും വേണം അവരെ വളർത്തേണ്ടത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു ഉപദേശമാണ് ഗുരു ചാണക്യൻ നമുക്ക് തരുന്നത്. പഴയ തലമുറ തങ്ങളുടെ സമ്പത്തായി കണക്കാക്കിയിരുന്നത് മക്കളെയായിരുന്നു. തന്മൂലം സ്വാഭാവികമായി തന്നെ വലിയ കുടുംബങ്ങൾ രൂപം കൊണ്ടു. കുടുംബത്തിലേക്ക് പിറന്നു വീഴുന്ന ഓരോ മക്കളെയും അധ്വാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ബാലപാഠങ്ങൾ നൽകി അധ്വാനശീലരാക്കി നല്ല ശിക്ഷണം നൽകി രാഷ്ട്രത്തിനും സമൂഹത്തിനും കുടുംബത്തിനും പ്രയോജനമുള്ളവരാക്കി മാറ്റിയെടുക്കാൻ നിരക്ഷര കുഷികളായിരുന്ന മാതാപിതാക്കൾക്ക് പോലും സാധിച്ചു. എന്നാൽ ഇന്ന് കാലം മാറി. മാതാപിതാക്കളൊക്കെ വിദ്യാസമ്പന്നരായി. കായികോദ്ധാനമില്ലാതെ വെള്ളക്കോളർ ഉദ്യോഗസ്ഥരായി. കുടുംബങ്ങളൊക്കെ അണുകുടുംബങ്ങളായി. കുട്ടികളെ നേർവഴിക്ക് വളർത്തുവാനും മുത്തശ്ശി കഥകൾ പറഞ്ഞുകൊടുത്ത് സന്തോഷിപ്പിക്കാനും മുത്തശ്ശിയോ മുത്തച്ഛനോ ഇല്ലാതായി. തങ്ങൾക്ക് ജനിക്കുന്ന ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളെ അമിതമായി ലാളിച്ചു വഷളാക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഏത് ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കാൻ പറ്റത്തക്ക വിധത്തിൽ ധനസമ്പാദനം മാത്രമായി മാതാപിതാക്കളുടെ ലക്ഷ്യം. മക്കളോടുള്ള അമിത സ്നേഹം അവരെ അധ്വാനത്തിൽ നിന്നും അകറ്റി. അവർക്ക് പരമാവധി സുഖ സൗകര്യങ്ങൾ ലഭ്യമാക്കാനുതകുന്ന വിധത്തിലുള്ള പശ്ചാത്തലമൊരുക്കുവാനുള്ള തന്ത്രപ്പാടിൽ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാനോ അവരെ തിരുത്തുവാനോ ശാസിക്കുവാനോ ഇന്ന് മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല. ഇത് ഗുരുതര വീഴ്ചയാണ്. തങ്ങളുടെ മക്കൾ പരമാവധി സമയം മാതാപിതാക്കളോടൊപ്പം കഴിയുവാനുള്ള അവസരമുണ്ടാക്കണം. ഓരോ പ്രായത്തിലും വേണ്ട ശിക്ഷണം നൽകുവാൻ മാതാപിതാക്കൾക്ക് മാത്രമേ സാധിക്കൂ. ഓരോ കുഞ്ഞിനും ലാളന ആവശ്യമാണ്. തങ്ങളെ സ്നേഹിക്കുന്നവരാണ് മാതാപിതാക്കൾ എന്ന ബോധ്യം അവരിൽ വളർത്തിയെടുക്കുന്നതോടൊപ്പം അവരുടെ ചെറിയ തെറ്റുകൾ പോലും ചൂണ്ടിക്കാണിക്കാനും സ്നേഹപൂർവമായ ശാസന വഴി തെറ്റുകൾ മനസ്സിലാക്കി കൊടുക്കുവാനും തിരുത്തിക്കാനും മാതാപിതാക്കൾക്ക് കഴിയണം. കുട്ടികൾ മാതാപിതാക്കൾക്കൊപ്പം കഴിഞ്ഞെങ്കിൽ മാത്രമേ യഥാസമയം അവർക്ക് വേണ്ട ലാളനയും ശിക്ഷണവുമൊക്കെ കൊടുക്കുവാൻ കഴിയുകയുള്ളൂ എന്ന വസ്തുത മാതാപിതാക്കൾ മനസ്സിലാക്കണം. വ്യക്തിയുടെയും സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ഒക്കെ പുരോഗതിയുടെ അടിസ്ഥാനം വിദ്യാഭ്യാസമാണ്. ഒരു ചാണക്യൻ ഉപദേശിച്ചതുപോലെ കേരളത്തിലെ ജനത ഏതാണ്ട് പൂർണ്ണമായി വിദ്യാസമ്പന്നരായി മാറിക്കഴിഞ്ഞു. വിദ്യ അഭ്യസിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിദ്യയുടെ വിനിയോഗം കൂടിയാണ്. ഇക്കാര്യത്തിൽ നാം കുറച്ചെങ്കിലും അലസത കാണിക്കുന്നില്ല എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അധ്വാനത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും മഹത്വം എക്കാലവും നിലനിൽക്കുന്നതാണ്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്ന പഴഞ്ചൊല്ല് എത്രയോ അർത്ഥവത്താണ്. സമ്പത്തിനേക്കാൾ എത്രയോ ഉയരത്തിലാണ് വിദ്യാസമ്പന്നന്റെ നില. എവിടെയും തല ഉയർത്തി നിൽക്കുവാനും ആത്മവിശ്വാസത്തോടെ പ്രശ്നങ്ങളെ നേരിടുവാനും അവ നിഷ്പ്രയാസം പരിഹരിക്കാനും അവർക്ക് സാധിക്കുന്നു. സമ്പത്ത് ജീവിക്കാൻ ആവശ്യമാണെങ്കിലും വിദ്യാഭ്യാസത്തിന് പകരമാവില്ല. അലസത കൂടാതെ ജീവിതകാലം മുഴുവൻ പഠിക്കാനാണ് ഗുരു ചാണക്യൻ ആവശ്യപ്പെടുന്നത്. ഒരിക്കലും അവസാനിക്കുന്നതല്ല വിദ്യാഭ്യാസം.